അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മാർഗദർശനമായി കൊണ്ടാണല്ലോ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന ചരിത്രം ബനൂ ഇസ്രായേല്യരുടെ ചരിത്രമാണ്. മൂസാ നബിയുടെയും ഇസ്രായേല്യരുടെയും ചരിത്രമാണ് ഖുർആനിൽ കൂടുതൽ തവണ വിവരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തും ബനൂ ഇസ്രായേല്യരും തമ്മിൽ നിരവധി സമാനതകൾ ഉള്ളതുകൊണ്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഉമ്മത്തിന് ഇസ്രായേല്യരുടെ ചരിത്രത്തിൽ നിന്ന് നിരവധി പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ളതുകൊണ്ടുമാണ് ഇസ്രായേല്യരുടെ ചരിത്രം ഇത്രയധികം ഖുർആനിൽ ആവർത്തിച്ച് വിവരിക്കുന്നത്. നാം ഒടുവിൽ പഠിച്ച ആയത്തുകളിൽ ഖുറൈശികളുടെ നിഷേധ നിലപാട് വിവരിച്ച ശേഷം ഇനി അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇസ്രായേല്യരുടെയും മൂസാ നബിയുടെയും ഫിറോവിൻ്റെയും ചരിത്രമാണ് ഇനിയുള്ള ഏതാനും ആയത്തുകളിൽ വിവരിക്കുന്നത്. അതിൽ 101-ാമത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത്. വലഖദ് ആതൈന മൂസ തിസ്അ ആയാതിൻ ബയ്യിനാത്ത്. മൂസാക്ക് നാം 9 തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. വലഖദ് ആതൈന മൂസ, തീർച്ചയായും മൂസാക്ക് നാം നൽകുകയുണ്ടായി. തിസ്അ ആയാത്തിൻ, 9 ദൃഷ്ടാന്തങ്ങൾ. ബയ്യിനാത്തിൻ, വളരെ വ്യക്തമായിട്ടുള്ള, വളരെ ക്ലിയർ ആയിട്ടുള്ള. ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ വിവിധ അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഖുർആനിലെ സൂക്തങ്ങളായിട്ടുള്ള ആയത്തുകൾ, അതുപോലെ തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ എന്ന അർത്ഥത്തിലുള്ള ആയത്തുകൾ. മനുഷ്യ സാധ്യമല്ലാത്ത കുറേ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കാണിക്കണമെന്ന് മക്കയിലെ ഖുറൈശി പ്രമുഖരായിട്ടുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടതിനെക്കുറിച്ച് കഴിഞ്ഞ ആയത്തുകളിൽ വന്നല്ലോ. അത്തരത്തിലുള്ള മനുഷ്യ സാധ്യമല്ലാത്ത അത്ഭുത ദൃഷ്ടാന്തങ്ങൾ മൂസാ നബിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നു. ഫിർഔനും കൂട്ടർക്കും പാഠം പഠിക്കാനും അതിലൂടെ അവർ സത്യവിശ്വാസികളാവാനുമുള്ള അവസരമായി കൊണ്ടാണ് മൂസാ നബിയിലൂടെ ഈ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചത്. അതിൽപ്പെട്ടതാണ് മൂസാ നബിയുടെ കയ്യിലുണ്ടായിരുന്ന വടി സർപ്പമായി മാറുന്നത്, മൂസാ നബിയുടെ കൈ വെട്ടിത്തിളങ്ങുക, മൂസാ നബി മുന്നറിയിപ്പ് നൽകിയ ശേഷം ഈജിപ്തിലുണ്ടായ കൊടിയ ക്ഷാമവും വരൾച്ചയും, വെള്ളപ്പൊക്കം, പേന്, തവള, വെട്ടുകിളി ഇതൊക്കെ പെരുകിയത്, എല്ലായിടത്തും രക്തം ഒലിച്ചത് തുടങ്ങിയ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞ സൂറത്തുൽ അഅറാഫിൽ എണ്ണി എണ്ണി പറയുന്നുണ്ട്. ഈ ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ് ഇവിടെ 9 ആയത്തുകൾ മൂസാ നബിക്ക് അല്ലാഹു നൽകി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അധിക മുഫസ്സിറുകളും അഭിപ്രായപ്പെടുന്നത്. ഇവയൊക്കെ ഫിർഔനും കൂട്ടരും നേരിട്ട് കണ്ടതും അനുഭവിച്ചതും അതിൽ നിന്ന് രക്ഷ കിട്ടാൻ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്ന് മൂസാ നബിയോട് ഫിർഔനും കൂട്ടരും ആവശ്യപ്പെട്ടതുമാണ്. അതുകൊണ്ട് അവർ നേരിട്ട് കണ്ട് അനുഭവിച്ച ദൃഷ്ടാന്തങ്ങൾ എന്ന നിലക്കാണ് ബയ്യിനാത്തിൻ, വ്യക്തമായവ എന്ന് ദൃഷ്ടാന്തങ്ങളെ വിശേഷിപ്പിക്കുന്നത്. ഇത്രയും വ്യക്തമായ വലിയ അത്ഭുത ദൃഷ്ടാന്തങ്ങളൊക്കെ ഫിറോനും കൂട്ടർക്കും വന്നിട്ടും കണ്ടിട്ടും അനുഭവിച്ചിട്ടും ഫിറോനും കൂട്ടരും വിശ്വസിച്ചോ? ഇല്ല. അപ്പോൾ ഈ സംഭവം ഇവിടെ ഉദ്ധരിക്കുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത്ഭുത ദൃഷ്ടാന്തങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ട ഖുറൈശി പ്രമുഖരോട് സൂചിപ്പിക്കുകയാണ്, വിശ്വാസം സ്വീകരിക്കണമെങ്കിൽ അത്ഭുത ദൃഷ്ടാന്തം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, അത് ആവശ്യപ്പെടുന്നവരൊന്നും വിശ്വസിക്കുകയില്ല എന്നതിന് തെളിവാണ് ഫിറൗനും കൂട്ടരും. എന്നിട്ട് ഈ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും വിശ്വസിക്കാതിരുന്ന ഫിറൗനും കൂട്ടർക്കും ഒടുവിൽ എന്താ സംഭവിച്ചത്? വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നിട്ടും വിശ്വസിക്കാതിരുന്നതിൻ്റെ പേരിൽ അവരെ ഈ ലോകത്ത് തന്നെ അള്ളാഹു ശിക്ഷിച്ചു. അതുപോലെ നിങ്ങൾ ഖുറൈശികളും ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് നൽകിയാൽ നിങ്ങളും വിശ്വസിക്കുകയില്ല എന്ന അവസ്ഥ വരും. അപ്പോൾ നിങ്ങളെയും അള്ളാഹു ശിക്ഷയിലൂടെ നശിപ്പിക്കുക എന്നതായിരിക്കും സംഭവിക്കുക എന്ന് മനസ്സിലാക്കുക എന്നാണ് ഇതിലൂടെ ഖുറൈശികളെ ഓർമ്മിപ്പിക്കുന്നതും പാഠം ഉൾക്കൊള്ളാൻ ആവശ്യപ്പെട്ടുകൊണ്ട് താക്കീത് ചെയ്യുന്നതും. ഫസ് അൽ ബനി ഇസ്രായേൽ, അതുകൊണ്ട് ഇക്കാര്യം ഇസ്രായേല്യരോട് ചോദിക്കുക, ബനൂ ഇസ്രായേലിനോട്, ഇസ്രായേൽ സന്തതികളോട് ചോദിച്ചറിയുക. മൂസാ നബിയുടെ കാലത്ത് ഉണ്ടായ വ്യക്തമായ ഈ അത്ഭുത ദൃഷ്ടാന്തങ്ങളും അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളുമൊക്കെ ഇസ്രായേല്യർക്ക് നന്നായി അറിയുന്ന കാര്യമാണ്. അവരോട് ചോദിച്ചു നോക്കാൻ പറയുക ഈ ഖുറൈശികളോട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വിരോധം കൊണ്ട് ജൂതന്മാരായിരുന്നു ഖുറൈശികളോട് ഇത്തരം ആവശ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടാൻ വേണ്ടി പറഞ്ഞത്. അവരെന്താ ഖുറൈശികളോട് പറഞ്ഞത്?
ഞങ്ങളുടെ പ്രവാചകന്മാർക്കൊക്കെ അള്ളാഹു അത്ഭുത ദൃഷ്ടാന്തങ്ങൾ നൽകിയിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹം പ്രവാചകനാണെന്ന് തെളിയിക്കുന്നതിനു വേണ്ടി മനുഷ്യ സാധ്യമല്ലാത്ത അത്ഭുത ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ ഇയാളോട് ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി ജൂതന്മാരാണ് ഖുറൈശികളെ പ്രേരിപ്പിച്ചത്. അങ്ങനെയുള്ള ഈ ഇസ്രായേൽ മക്കളോട്, ജൂതന്മാരോട്, ഇവന്മാരോട് തന്നെ ചോദിക്കുക. ഇവരുടെ സമുദായത്തിലേക്ക് പ്രവാചകനായി നിശ്ചയിക്കപ്പെട്ട മൂസ ഇവരിലേക്ക് ദൃഷ്ടാന്തങ്ങളുമായി വന്നപ്പോൾ, ഇത് ജാഅഹും, അവരിലേക്ക് അദ്ദേഹം വന്നപ്പോൾ ആ ദൃഷ്ടാന്തങ്ങൾ കണ്ട് ഫിറൗനും കൂട്ടരും വിശ്വസിച്ചോ എന്ന് ഇവരോട് ചോദിക്കുക. അതുപോലെ ദൃഷ്ടാന്തം കണ്ടിട്ടും വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ ഫിർഔനെയും കൂട്ടരെയും അള്ളാഹു എന്താണ് ചെയ്തത് എന്നുമൊക്കെ അവരോട് ചോദിക്കുക. ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ഖുറൈശികളെ പ്രേരിപ്പിച്ചു വിട്ട ഇസ്രായേല്യരോട് തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ചറിയാൻ താങ്കൾ ഖുറൈശികളോട് പറയുക. വ്യക്തമായ ദൃഷ്ടാന്തങ്ങളൊക്കെ മൂസാ നബി കൊണ്ടുവന്നപ്പോൾ ഫിറൗൻ എന്താ ചെയ്തത്? ഫഖാല ലഹു ഫിർഔനു, അപ്പോൾ ഫിർഔൻ അദ്ദേഹത്തോട്, മൂസാ നബിയോട് പറഞ്ഞു, ഇന്നീല അദുന്നുക യാ മൂസ മസ്ഹൂറ, മൂസ നിനക്ക് ആഭിചാരം ബാധിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂസാ നബി മഹാ അത്ഭുതങ്ങൾ കാണിച്ചപ്പോഴൊക്കെ അതിനെയൊക്കെ കൊച്ചാക്കി കാണിക്കാൻ അതൊക്കെ മാന്ത്രിക വിദ്യയാണ്, ആഭിചാരവും മാരണവുമാണ്. മൂസ ഇതൊക്കെ എവിടെ നിന്നോ പഠിച്ച് ഇപ്പോൾ അതിൻ്റെ ആശാനായി മാറിയിരിക്കുകയാണ് എന്ന രീതിയിലാണ് ഫിർഔൻ പ്രതികരിച്ചത്. ഇവിടെ മസ്ഹൂറ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആഭിചാരം ബാധിച്ചവൻ എന്നാണെങ്കിലും ആഭിചാരത്തിൻ്റെ ആചാര്യൻ എന്നോ ആഭിചാര വിദ്യക്ക് അടിമപ്പെട്ടു പോയവൻ എന്നോ ആണ് ഉദ്ദേശിക്കുന്നത്. ഖുർആനിൽ മറ്റു സ്ഥലങ്ങളിൽ മൂസാ നബി പഠിച്ച ആഭിചാരകനാണ് എന്ന് ഫിർഔൻ ആരോപിക്കുന്നതായി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗം തുടർന്നുള്ള ആയത്തുകളിൽ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.